ഞാൻ ഡോക്ടർ റൂബൽ രാജ്. 3 പതിറ്റാണ്ടിലധികമായി സ്കൂൾ കോളേജ് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു എളിയ വിദ്യാഭ്യാസ പ്രവർത്തകനാണ് ഞാൻ. എൻ്റെ അനുഭവത്തിൻ്റെയും നിരീക്ഷണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ SSLC പരീക്ഷയുടെ ഫലം നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കാവുന്ന പ്രതികരണത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഏതാണ്ട് 4,27,000 കുട്ടികളാണ് ഈ വർഷം SSLC പരീക്ഷ എഴുതി ഫലത്തിനായി കാത്തിരിക്കുന്നത്. 2-3 വിധത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫലത്തെ സ്വീകരിക്കുവാൻ സാധിക്കും. ഒന്ന്, വളരെ സന്തോഷത്തോടെ നിങ്ങൾക്ക് റിസൾട്ട് സ്വീകരിക്കാം. കാരണം കഴിഞ്ഞ 1 വർഷക്കാലം നിങ്ങൾ പരീക്ഷ എഴുതുവാൻ വേണ്ടി അക്ഷീണമായി പരിശ്രമിക്കുകയായിരുന്നു. നന്നായി നിങ്ങൾ അധ്വാനിച്ചു. രാവുകളെ പകലാക്കി, പകലുകളെ തീക്ഷ്ണമായ അധ്വാനത്തിനു വേണ്ടി മാറ്റിവെച്ചു. അതുകൊണ്ട് നല്ല റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും. ആ റിസൾട്ടിനെ നിങ്ങൾക്ക് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ സാധിക്കും. രണ്ടാമത്തെ ഒരു കൂട്ടരുണ്ട്, അവരൽപ്പം സങ്കടത്തോടെ ആയിരിക്കും ലഭിക്കുന്ന റിസൾട്ട് സ്വീകരിക്കുന്നത്. കാരണം അവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള ഒരു ഫലം അവർക്ക് ലഭിച്ചു എന്ന് വരികയില്ല. അതിനവർ പല കാരണങ്ങളും ന്യായങ്ങളും കണ്ടെത്തും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോഴത്തെ വാല്യുവേഷൻ രീതി അനുസരിച്ച് നിങ്ങൾ ഒരുവിധം ഭംഗിയായി എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിങ്ങളുടെ മാർക്ക് അല്പം കുറഞ്ഞുവെങ്കിൽ അതിന് കാരണം നിങ്ങളുടെ അധ്വാനം അല്പം കുറഞ്ഞു എന്ന് മാത്രമാണ്. മാർക്ക് അല്പം കുറഞ്ഞു എന്നതുകൊണ്ട് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതായി മാത്രമേ നിങ്ങൾ കണക്കാക്കാവൂ. മറിച്ച് ആരെങ്കിലും നിങ്ങൾക്കിട്ട മാർക്കാണ് കുറഞ്ഞത് എന്ന് ദയവായി കണക്കാക്കരുത്. പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും കടന്നു വരും. നമ്മൾ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരീക്ഷ എഴുതുന്നത്. ഒരുപക്ഷെ പഠിക്കാത്ത കാര്യങ്ങളും ചോദ്യങ്ങളായി വന്നു എന്ന് വരാം. അതൊന്നും തന്നെ ജീവിതത്തിൻ്റെ മാർക്കിടിയിലല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിനിടയിൽ നടക്കുന്ന ഒരു കർമ്മത്തിനുള്ള മാർക്കിടിയിലാണ്. ഈ മനോഭാവത്തോടു കൂടി വേണം റിസൾട്ടിനെ സ്വീകരിക്കുവാൻ. മാർക്ക് അല്പം കുറഞ്ഞുപോയി എന്നതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം അവസാനിച്ചു എന്ന് കരുതേണ്ട കാര്യമില്ല. നിങ്ങൾ നിരാശയുടെ പടുകുഴിയിലേക്ക് പോകേണ്ട കാര്യവുമില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ മനോഹരമായൊരു വാക്യമുണ്ട്. ആകുലത കൊണ്ട് ആയുസ്സിൻ്റെ ദൈർഘ്യം 1 മുഴം പോലും കൂട്ടുവാൻ നമുക്ക് സാധിക്കില്ല എന്നാണ് സുവിശേഷകൻ പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് റിസൾട്ട് കാണുമ്പോൾ സങ്കടമുണ്ടായേക്കാം. ആ സങ്കടത്തിൻ്റെ തലത്തിൽ നിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കണം. സങ്കടത്തിൻ്റെ തലത്തിൽ നിന്നും നിരാശയിലേക്ക് നിങ്ങളുടെ റിസൾട്ടിനെ നിങ്ങൾ ദയവായി കൊണ്ടുപോകരുത്. കൊണ്ടുപോയാൽ നിങ്ങൾ ഒരു പരാജയമാണ് എന്നുള്ളൊരു തോന്നലിലേക്കായിരിക്കും നിങ്ങൾ കൂപ്പുകുത്തി വീഴുക. നിങ്ങൾ ഒരിക്കലും ഒരു പരാജയമല്ല, ഒരു വ്യക്തിയും ഒരു പരാജയമല്ല. വലിയ സാധ്യതകൾ തന്നാണ് നമ്മെ ഓരോരുത്തരെയും ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത്. ആ സാധ്യത ഒരുപക്ഷെ നമ്മൾ തിരിച്ചറിഞ്ഞു എന്ന് വരികയില്ല. ആ സാധ്യത നേടിയെടുക്കുവാനുള്ള കഴിവുകളും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നാം ഒരുപക്ഷെ അത് കണ്ടെത്തിയെന്ന് വരികയില്ല. ഈ മാർക്ക് കുറവ് ആ സാധ്യത കണ്ടെത്തുവാനും നമ്മുടെ കഴിവുകൾ കണ്ടെത്തുവാനുമുള്ള ഒരു നിമിത്തമായി നമുക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കണം. അങ്ങനെയാണ് നിങ്ങളുടെ അല്പം പരാജയം എന്ന് നിങ്ങൾ പറയുന്ന ഈ പരാജയത്തെ നമുക്ക് വിജയമാക്കി മാറ്റുവാൻ സാധിക്കുക. അതിനുവേണ്ടിയുള്ള ചിന്തയാണ് നിങ്ങളുടെ മനസ്സിൽ നിറയേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത് ഈ 10ാം ക്ലാസ്സിൽ ലഭിച്ച ഒരു മാർക്ക് മാത്രമൊന്നുമല്ല. ആ മാർക്കിനൊപ്പം തന്നെ, ആ മാർക്കിനോട് കൂടെ തന്നെ നിങ്ങൾ പല കാര്യങ്ങളിലും നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി നേടിയിട്ടുണ്ടാവും. നിങ്ങളുടെ വ്യക്തിത്വം വളർന്നിട്ടുണ്ടാവും. നിങ്ങളുടെ നേതൃശേഷി വികസിച്ചിട്ടുണ്ടാവും. നിങ്ങൾ നന്മയുടെ അനേകം പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. നിങ്ങൾ ധാർമ്മിക ചിന്തയെ മുറുകെ പിടിക്കുന്നുണ്ടാവും. ഇതെല്ലാം കൂടി നൽകുന്നതാണ് നമ്മുടെ വിജയം. അല്ലാതെ മാർക്ക് നൽകുന്നത് മാത്രമാണ് വിജയം എന്ന് ധരിക്കരുത്. പിന്നീടുള്ള ജീവിതത്തിൽ വളരെ ഉയർന്ന നിലയിലെത്തിയിട്ടുള്ള പല മനുഷ്യരുടെയും തുടക്കം 10ാം ക്ലാസ്സിലെ പരീക്ഷയുടെ കുറവ് മാർക്കാണ് എന്നവരൊക്കെ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 10ാം ക്ലാസ്സിൽ മാർക്ക് കുറഞ്ഞു പോയി എന്നതുകൊണ്ട് തന്നെ നിങ്ങൾ നിരാശയിലേക്ക് വീഴരുത് എന്നാണ് എനിക്ക് ആവർത്തിച്ച് നിങ്ങളോട് പറയുവാനുള്ളത്. എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടിയെങ്കിൽ നല്ല കാര്യം. ഒരുപക്ഷെ അല്പം ശ്രദ്ധക്കുറവ് കൊണ്ട് 1-2 വിഷയങ്ങൾ നിങ്ങളുടെ A+ കുറഞ്ഞു പോയി എന്ന് വരാം. പക്ഷേ അത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലെ A+ൻ്റെ കുറവുകളല്ല എന്ന് മനസ്സിലാക്കാം. ഈ റിസൾട്ടിനെ സ്വീകരിക്കേണ്ട 3ാമത്തെ മനോഭാവം ഒരു വെല്ലുവിളിയോടെ സ്വീകരിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മാർക്ക് കുറഞ്ഞുവെങ്കിൽ തുടർ പഠനത്തിൽ ഞാൻ കൂടുതൽ അധ്വാനിക്കുകയും കൂടുതൽ ശ്രദ്ധിക്കുകയും കൂടുതൽ സമയം കണ്ടെത്തുകയും ചെയ്ത്
ഈ മാർക്കിനേക്കാൾ മികച്ച മാർക്ക് എൻ്റെ അടുത്ത കോഴ്സിന് ഞാൻ നേടും എന്നുള്ള വാശിയോടെ നിങ്ങൾക്ക് നിങ്ങളുടെ തുടർ പഠനത്തിലേക്ക് നടന്നെടുക്കുവാൻ സാധിക്കണം. നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നില്ല എങ്കിൽ അത് നിങ്ങളുടെ ഭാവിയെ കാര്യമായി ബാധിക്കുന്ന ഒരു തീരുമാനമായിരിക്കും. അതുകൊണ്ട് ഞാൻ പറയും, നിങ്ങൾ ഇപ്പോൾ എടുക്കേണ്ട തീരുമാനം ഇപ്പോൾ സംഭവിച്ച കുറവിനെ നിങ്ങളുടെ ഉള്ളിലുള്ള തികവ് കൊണ്ട് മറികടക്കണമെന്നാണ്. നിങ്ങൾക്കതിന് സാധിക്കും. നിങ്ങൾക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. ആരെങ്കിലുമൊക്കെ ചുറ്റും നിന്ന് ആരവമിടാൻ അവർക്ക് കഴിയുമായിരിക്കാം. പക്ഷേ തീരുമാനമെടുക്കേണ്ടതും നടപ്പിലാക്കേണ്ടതും അവരവർ തന്നെയാണ്. അത്തരത്തിലുള്ള നിങ്ങളുടെ വളർച്ചയ്ക്ക് ഉതകുന്ന ഒരു തീരുമാനം എടുക്കുവാൻ നിങ്ങൾക്കിപ്പോൾ സാധിക്കണം. ഈ സമയത്ത് സാധിക്കണം. ഈ സമയത്ത് സാധിക്കുന്നില്ല എങ്കിൽ മുൻപോട്ടുള്ള ജീവിതത്തിൽ നിഴൽ പരക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒപ്പം മാതാപിതാക്കളോടും എനിക്ക് പറയുവാനുണ്ട്, അല്പം മാർക്ക് കുറഞ്ഞു പോയി എന്നതുകൊണ്ട് കുഞ്ഞിനെ ദയവായി കുറച്ച് കാണരുത്. ചുറ്റുപാടുമുള്ള ആരുടെയെങ്കിലും മാർക്കെടുത്ത് കണക്ക് പറഞ്ഞ് കുട്ടിയെ അതിൻ്റെ പേരിൽ വിലയിരുത്തുവാനോ അവൻ്റെ നേട്ടങ്ങളെ വക്രീകരിക്കുവാനോ ദയവായി മാതാപിതാക്കൾ ശ്രമിക്കരുത്. നമുക്ക് ഒരുപക്ഷെ ഇങ്ങനെ പറയുവാൻ സാധിക്കും, നീ അല്പം കൂടി ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ കുറെ കൂടി മാർക്ക് വാങ്ങാൻ സാധിക്കുമായിരുന്നു. സാരമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം, ഞങ്ങളുണ്ടല്ലോ കൂട്ടിനായി. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ മാനസികമായി ശക്തിപ്പെടുത്തേണ്ട വലിയ ഒരു ദൗത്യമാണ് മാതാപിതാക്കൾക്കുള്ളത്. ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. സങ്കീർത്തകൻ പറയുന്നുണ്ടല്ലോ, ഉദരഫലം ഒരു സമ്മാനമാണ്. ആ സമ്മാനം ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചവരാണ് നമ്മൾ. അതുകൊണ്ട് ആ സമ്മാനത്തെ വളർത്തി പരിപോഷിപ്പിച്ച് ദൈവത്തിന് സമർപ്പിക്കേണ്ടത് ഓരോ മാതാവിൻ്റെയും ഓരോ പിതാവിൻ്റെയും വലിയ ഉത്തരവാദിത്തമാണ്. ഒരു പരീക്ഷയുടെ പേരിൽ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ദയവായി മാതാപിതാക്കൾ ശ്രമിക്കരുത്. നമ്മുടെ കുഞ്ഞിനൊരു കുറവുണ്ടാകുമ്പോൾ, നമ്മുടെ കുഞ്ഞിനൊരു വീഴ്ച ഉണ്ടാകുമ്പോഴാണ് മാതാപിതാക്കളുടെ സംരക്ഷണവും കരുതലും അവർക്ക് ഏറെ ആവശ്യം. അതുകൊണ്ട് മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മക്കളോട് ആശ്വാസവാക്കുകൾ പറഞ്ഞ് അവർക്ക് പ്രതീക്ഷയുടെ സന്ദേശം നൽകി തുടർ വിജയത്തിനായി അധ്വാനിക്കുവാൻ, കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കുവാൻ മാതാപിതാക്കൾക്കും സാധിക്കണം. എല്ലാവർക്കും നല്ല ശുഭകരമായ ഒരു ഭാവി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പൂർത്തിയാക്കുന്നു. നമസ്കാരം.